റെഡിയാ? വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും സ്വയം കോമാളി വേഷം കെട്ടുന്ന ഒരു മന്ത്രിയുണ്ട് നമുക്ക്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. ആദരണീയനായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻ കുട്ടി. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. സ്വയം കുഴി തോണ്ടി ആ കുഴിയിൽ ഇറങ്ങി നിന്ന് സ്വയം നനയാനും നാറാനും നമ്മുടെ ശിവൻകുട്ടി അണ്ണനുള്ള മിടുക്ക് പോലൊരു മിടുക്ക് വേറെ ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ആകാശത്തൂടെ പറന്നു പോകുന്ന വേണ്ടാധീനങ്ങളെ ഏണി പുറത്ത് വലിഞ്ഞു കയറി തൊട്ടിയിട്ട് പിടിക്കാൻ മിടുക്ക് മാത്രം പോരാ, അതിനൊപ്പം വിവരക്കേടും വേണം. അങ്ങനെ ഒരു വിവരക്കേടിന്റെ പടുകുഴിയിലാണ് മന്ത്രി സ്വയം കുഴി കുത്തി ഇറങ്ങിയത്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയെ കിട്ടുള്ളൂ. യുവജനോത്സവത്തിലൂടെ വളർന്നു വന്ന നടി 10 മിനിറ്റ് കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്നതിന് 5 ലക്ഷം ചോദിച്ചു എന്ന് പറഞ്ഞ ശിവൻകുട്ടി പോയ ബുദ്ധി തിരിച്ചു കിട്ടിയ പോലെ അതിങ്ങ് പിൻവലിച്ചു. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. നവ്യ നായരുടെ പേര് മന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രം. മന്ത്രി പരസ്യമായി വലിയ അഹങ്കാരമാണ് നടികൾക്ക്, അവരിൽ പലരും വന്ന വഴി മറന്നു പോകുന്നു, അവരിങ്ങനെ പ്രതിഫലം ചോദിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ രംഗത്തിറങ്ങുന്നു എന്ന് പറഞ്ഞ് പരസ്യമായ പ്രസംഗത്തിൽ പറയുന്നു. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ 2 കഷ്ണക്കി കളഞ്ഞ. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി ഇവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപ ഒരുമാതിരി പോക്കരത്തരം പറഞ്ഞാലുണ്ടല്ലോ. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആസ്തി ഇവർക്ക് തീർന്നില്ലാത്തതാണ്. ദുഷ്ടത്തരെ പറയുള്ളൂ. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു, വന്ന വഴി മറക്കാൻ പാടില്ല, സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന്. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരിക്കലും വന്ന വഴി മറക്കില്ല. കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. വെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ്ങ് പിൻവലിക്കുകയാണ്. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും.